അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിലെ ആ വചനഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. നമുക്കെല്ലാവർക്കും പ്രവചനങ്ങൾ, ദൂതുകൾ കേൾക്കാൻ വളരെ ഇഷ്ടമുള്ളവരാണ്. ഒരു ദൈവദാസൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഒരാളുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ മേൽ എങ്ങനെയാണ് അതിൻ്റെ മേലുള്ള വിടുതൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും പ്രവചനങ്ങളും ദൂതുകളും കേൾക്കാൻ ഭൂരിപക്ഷം ആൾക്കാർക്കും വളരെ ഇഷ്ടമാണ്. അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് എങ്ങനെയുള്ള പ്രവചനങ്ങളും ദൂതുകളും കേൾക്കുവാനാണ് ഇഷ്ടം. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് നമുക്ക് വളരെ ഇഷ്ടം. നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ, അല്ലെ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നന്മകൾ, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പ്രവചനങ്ങൾ, ദൂതുകൾ, വചനങ്ങളൊക്കെ കേൾക്കാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടവും ആഗ്രഹവും. അല്ലാതെ ഒരു വചനം കേട്ടാലോ ഒരു ആലോചന കേട്ടാലോ നമുക്ക് ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത് ചില ദൂതുകൾ അത് നെഗറ്റീവ് രീതിയിലും വരും. ഞാനിപ്പോൾ വായിച്ച വാക്യം മറിയ കേൾക്കുന്ന ഒരു ദൈവിക ആലോചനയാണ്. ആ വാക്ക് കേട്ട ഉടനെ മറിയ ഒന്നും നോക്കാതെ അത് ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ വായിച്ച വാക്യത്തിലുള്ളത്. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ആ വചനം എന്ത് പറയുന്നോ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വചനത്തിന് മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന മറിയെ നമുക്കവിടെ കാണാം. എന്തായിരുന്നു ആ ദൂത്, അല്ലെങ്കിൽ ആ പ്രവചനം, അല്ലെങ്കിൽ ആ വചനം? കന്യകയായിരിക്കുന്ന സാധാരണ ഒരു പെൺകുട്ടിയായിരിക്കുന്ന മറിയയുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആ മകനെക്കുറിച്ച് ഉള്ള ദൂതുകളും പറയുകയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പറയുന്നത്, നമുക്കറിയാം. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ മറിയയ്ക്ക് ഒരുപാട് തൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്ന വ്യക്തിയാണല്ലോ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതൊരു സാധാരണ പെൺകുട്ടിയെയും പോലെയും ഒരുപാട് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഉള്ള ആളാണ്. ആ സമയത്ത് മറിയയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയും കൂടെയാണ്. ആ സമയത്താണ് ദൂതൻ വന്ന് ഇങ്ങനൊരു ദൂത് പറയുന്നത്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുമെന്ന്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പ്രവചനം വന്നിട്ട്, ഈ ആലോചന വന്ന് ദൂതൻ പറയുമ്പോൾ ആ ദൂതിനെ മറിയ അങ്ങ് ഏറ്റെടുക്കുക. ഇവിടെ ജീവിതത്തിൽ വലിയ നിന്ദ വരാൻ പോവുക. വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭിണിയാകും എന്നുള്ള വാർത്ത വെളിയിൽ വന്നാൽ ഇത് ഏറ്റവും ഒരു തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ഇത് ഇവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതികൂലവുമായി തീരുന്നൊരു ദൂത ആലോചന ചെയ്ത്. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇവൾ അതിന് സ്വയമേ വിധേയപ്പെടുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തിന് മുമ്പിൽ സ്വന്തം ജീവിതത്തെ മറിയ ഇട്ടുകൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് യേശു കർത്താവിനെയും ഇതേപോലെ ഒരു അവസരത്തിൽ കാണാം. ഗത്ശമന തോട്ടത്തിൽ തനിക്ക് വഹിക്കാൻ കഴിയാത്ത പാപഭാരവും പ്രതികൂലവും ഭാരവും നേരിട്ട് നിൽക്കുമ്പോൾ യേശു കർത്താവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പറയാണ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ക്രിസ്തീയ വിഭാഗങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കായും നോമ്പിനായും ധ്യാനത്തിനായും ഒക്കെ വേർതിരിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥനകളിലായിരിക്കുന്നവരോട് ഞാനൊന്ന് പറയാം, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹം നടക്കേണ്ടതിന് വേണ്ടി ഇരിക്കുന്നതിന് പകരമായി ദൈവത്തിന് ആ വിഷയത്തിൻ്റെ മേൽ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ മിനിസ്ട്രിയുടെ മേലൊക്കെ എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്നൊന്ന് കേൾക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം. അത് എന്താണേലും മറിയ ഏറ്റെടുത്ത പോലെ
അടിയൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി അത് ഏറ്റെടുക്കാം. മറിയ ആ നിന്ന ഏറ്റെടുത്തുകൊണ്ടാണ് സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷമായി അത് തീർന്നത്, യേശു കർത്താവ് ഭൂമിയിൽ ആഗതനായത്. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി, കർത്താവിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ദൈവസന്നിധിയിൽ പൂർണ്ണമായി നമുക്കും സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.